അക്യുപങ്ക്ചർ എന്ന ചികിത്സാ രീതിയെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ കൂടുതൽ സംസാരിച്ചു തുടങ്ങിയത് മലപ്പുറത്ത് അസ്മ എന്ന 35 വയസ്സുള്ള വീട്ടമ്മയുടെ മരണത്തിന് ശേഷമാണ്. പ്രസവത്തിന് ശേഷം തൊട്ടു പിന്നാലെ അക്യുപങ്ക്ചർ ചികിത്സയാണ് എടുത്തത് എന്ന വെളിപ്പെടുത്തൽ സത്യത്തിൽ അക്യുപങ്ക്ചർ ചികിത്സകരെ പോലും അത്ഭുതപ്പെടുത്തിയിരുന്നു. ഈ അക്യുപങ്ക്ചർ ചികിത്സാ തട്ടിപ്പിനെതിരെ നടപടി വേണമെന്ന ആവശ്യം ഇതോടെ വലിയ രീതിയിൽ ശക്തമാവുകയാണ്. 5.5 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് ഡോക്ടർമാർ ആയവർക്ക് പോലും പ്രസവ ചികിത്സ ചെയ്യാനുള്ള പരിശീലനം ഇല്ലെന്നിരിക്കെ ഈ പ്രസവ ശുശ്രൂഷയ്ക്ക് അല്ലെങ്കിൽ പ്രസവാനന്തരമുള്ള ചികിത്സയ്ക്ക് ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്നത് കൂടുതൽ ഞെട്ടിക്കുകയാണ്. സർക്കാർ വ്യാജന്മാരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നാണ് ഈ രംഗത്തുള്ളവർ ആവശ്യപ്പെടുന്നത്. അഞ്ചര വർഷം കൊണ്ട് അക്യുപഞ്ചർ പരിശീലനം അടക്കം പൂർത്തിയായി മെഡിക്കൽ കൗൺസിലിന്റെ അംഗീകാരം ലഭിച്ച ഡോക്ടർമാർ സംസ്ഥാനത്തുണ്ട്. എന്നാൽ ഇവർ പോലും ചെയ്യാത്തതാണ് 3 മാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സ് കഴിഞ്ഞവർ പ്രസവ ചികിത്സയിലടക്കം ചെയ്യുന്നത്. പ്രസവം പോലെയുള്ളത് ഈ ചികിത്സാ രീതിയുടെ പരിധിയിൽ വരുന്നില്ല എന്നും ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നു. അടിയന്തര ചികിത്സാ പദ്ധതിയല്ല ഇത്. അക്യുപഞ്ചർ എന്നുള്ളത് ഒരു ചൈനീസ് സയൻസ് ആണ്. മോഡേൺ മെഡിസിൻ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്നൊരു സയൻസാണ്. WHO അംഗീകരിച്ചിട്ടുള്ളതാണ്. അക്യുപഞ്ചറിൽ എവിടെയും ഡെലിവറി പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു എമർജൻസി മെഡിസിൻ അല്ല ബേസിക്കലി അക്യുപഞ്ചർ. അതിൽ ഡെലിവറി വരുന്നില്ല. അത് ചൈനയാണ് ഇതിൻ്റെ ഉത്ഭവം. ചൈനയിൽ പോലും ഇതാരും ചെയ്യുന്നില്ല. സോ ഡെഫിനറ്റ്ലി ഡെലിവറി എടുക്കാനുള്ളത് അക്യുപഞ്ചറിലില്ല. 3 മാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ കഴിഞ്ഞവരാണ് പലയിടത്തും ചികിത്സിക്കുന്നത്. സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ കഴിഞ്ഞ പലരും പലയിടത്തും ചൂഷകരായി മാറുന്നു. ഡോക്ടർ ആര്, വ്യാജനേത് എന്ന് തിരിച്ചറിയാനാകാത്ത അവസ്ഥ. ഇതിലെ വ്യാജന്മാരെ കണ്ടുപിടിച്ച് അവരെ സമൂഹത്തിൽ അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലൊരു നിയമവ്യവസ്ഥ ഇവിടെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതാണ് ആളുകളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സഹായം. കാരണം അതില്ലാതെ വരുമ്പോൾ ഇതിലേതാണ് വ്യാജൻ, 3 മാസം പഠിച്ചവരേതാണ്, 5.5 വർഷം പഠിച്ചവരേതാണ്, 6 മാസം പഠിച്ചവരേതാണ്, ശരിക്കുള്ള ഡോക്ടർ ഏതാണ്. അപ്പോൾ ഇതിങ്ങനെ ആളുകളുടെ ജീവൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഈ വ്യാജന്മാർ കാരണം. അതിൻ്റെ എല്ലാം പാപഭാരം ചുമക്കേണ്ടത് 5.5 വർഷം പഠിച്ച് ഡോക്ടേഴ്സായി ഞങ്ങളുമാണ്. സോ ഇത് ഞങ്ങൾക്ക് വേണ്ടിയും പൊതുജനങ്ങൾക്ക് വേണ്ടിയും ഇതുപോലുള്ള വ്യാജന്മാരെ തിരിച്ചറിയിക്കാൻ വേണ്ടിയുള്ള ഒരു നിയമ സംവിധാനം എത്രയും പെട്ടെന്ന് ഇവിടെ ഉണ്ടാവേണ്ടത് ആവശ്യകതയാണ്. വ്യാജ അക്യുപഞ്ചർ ചികിത്സയിലൂടെ മരണപ്പെടുന്നവരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. സർക്കാർ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ഡോക്ടർമാരുടെ ആവശ്യം. 3 മാസത്തെ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞിട്ടും അക്യുപഞ്ചർ പ്രാക്ടീഷണർ ആണെന്ന് പറഞ്ഞ് കൂണുകൾ പോലെ കേരളത്തിൽ ക്ലിനിക്കുകൾ വരുന്നുണ്ട്. അവരൊക്കെ വലിയ രീതിയിൽ അവരാണ് യഥാർത്ഥ അക്യുപഞ്ചറിസ്റ്റുകൾ എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ സമൂഹം കൊണ്ടുപോകുന്നൊരു സാഹചര്യവും ഉണ്ട്. അത് വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു 3 മാസം വെറും ഒരു 3 മാസം പഠിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് ആ ശരീരത്തിലെ അനാട്ടമിയും ഫിസിയോളജിയും ബയോകെമിസ്ട്രിയൊക്കെ പഠിച്ചാൽ ആ ശരീരത്തെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവരൊരിക്കലും ഈ അക്യുപഞ്ചർ ചെയ്യുന്നത് പൊതുസമൂഹത്തിന്, ആളുകളുടെ ആരോഗ്യത്തിന് ഒരിക്കലും ഗുണം ചെയ്യാൻ സാധ്യതയുള്ള കാര്യമല്ല. KGMOയും നിയമനിർമ്മാണം ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു. ജനങ്ങൾക്കിടയിൽ അവബോധം കുറവായതുകൊണ്ട് തന്നെ ചൂഷണം അവസാനിപ്പിക്കാൻ സർക്കാരിന്റെ ഇടപെടൽ അനിവാര്യമാണ്. ജി ശ്രീജിത്ത്, News 18 കോട്ടയം.